കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ചോദ്യം, നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ മുഖമാണോ ദൈവത്തിന്റെ കരമാണോ? വചനത്തിൽ ഒരിടത്തും നിങ്ങൾ കർത്താവിന്റെ കരം അന്വേഷിക്കുവിൻ എന്നെഴുതിയിട്ടില്ല. എഴുതിയിരിക്കുന്നതൊക്കെ മുഖം അന്വേഷിക്കുവിൻ എന്നാണ്. എന്താണ് മുഖം അന്വേഷിക്കുന്നതും കരം അന്വേഷിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്ക് പരിചയമുള്ളൊരു വചനഭാഗമാണ് യേശയ്യ 59:1. കാണാതെ പറഞ്ഞ ആരെങ്കിലും? യേശയ്യ സജി ബ്രദർ പറഞ്ഞു, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അപ്പോൾ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം ഇല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് കേൾക്കുമ്പോ? കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവ് നമ്മെ കരം നീട്ടി രക്ഷിക്കും. അതാണ് കരം അന്വേഷിക്കുന്നു. കരം എന്തിനുള്ളതാണ്? നമ്മളെ അനുഗ്രഹിക്കാനുള്ളതാണ്. മുഖം എന്തിനുള്ളതാണ്? കരം അന്വേഷിക്കാനുള്ളത്, അനുഗ്രഹിക്കാനുള്ളതാണ്. നമുക്ക് കരം മതി, അനുഗ്രഹം മതി. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ മക്കളോട് വൈകുന്നേരം ആകുമ്പോൾ പറയാറില്ലേ, എടാ വൈകിട്ട് പ്രാർത്ഥിക്കാം, നമുക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അല്ലേ? എന്തിനാ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്? എടാ നീ എല്ലാ ദിവസവും ഒന്ന് പള്ളിയിൽ പോ, നീ പള്ളിയിൽ പോവാത്തതുകൊണ്ടാണ് നിന്റെ കാര്യമൊന്നും നടക്കാത്ത. പറയാറില്ലേ? പറയാറുണ്ട്. അപ്പൊ പള്ളിയിൽ പോകുന്ന എന്തിനാണ്? നീ ഒരു ധ്യാനത്തിന് പോയ നിന്റെ വിസ തടസ്സം ഒന്ന് മാറട്ടെ. അപ്പൊ ധ്യാനത്തിന് പോണ എന്താണ്? തടസ്സം മാറാൻ. അപ്പോ നീ കുറച്ചൊരു എല്ലാ ദിവസവും ഇരുന്നൊരു 3 അധ്യായം ബൈബിള് വായിക്കും, നിന്റെ തടസ്സങ്ങളൊക്കെ മാറും. അപ്പൊ ബൈബിള് വായിക്കണ എന്തിനാണ്? നീ ആ വചനം ഉണ്ടല്ലോ, ആ വചനം ഒരു 1000 പ്രാവശ്യം അങ്ങോട്ട് എഴുത്, നിന്റെ തടസ്സങ്ങളൊക്കെ മാറും. അപ്പൊ വചനം എഴുതിയ എന്തിനാണ്? അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ ലക്ഷ്യം എന്തായിരുന്നു? അനുഗ്രഹം കിട്ടുക. 1000 പ്രാവശ്യം വചനം എഴുതിയപ്പോഴും നമ്മൾ അന്വേഷിച്ചത് എന്താണ്? കരമാണ്.